ഇന്ന് അല്പം ആകാശയാത്ര നടത്തിയാലോ? നീല നിർമ്മലമായ ആകാശത്തേക്ക് രാത്രി സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നോക്കാത്തവരായി ആരും തന്നെ കാണില്ല അല്ലേ? എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങളെ നമുക്ക് ആകാശത്ത് കാണാം. അതോ തീപ്പൊരി പോലെ മിന്നിത്തിളങ്ങി ദൂരെ നിന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണ് ചിമ്മി നമ്മെ മാടി വിളിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ ഓരോ നക്ഷത്രവും ഒറ്റപ്പെട്ട് തന്നെയാണ് നിൽക്കുക. ഈ നക്ഷത്രങ്ങൾക്കിടയിലുള്ള അല്പം ആ സ്ഥലമില്ലേ, ആ സ്ഥലം തന്നെയാണ് ശൂന്യാകാശം. പിന്നെ നമുക്ക് ഈ സ്പേസ് എന്നൊക്കെ പറയുന്നതും ഇത് തന്നെയാണ്. ശൂന്യാകാശത്തു കൂടിയാണ് ബഹിരാകാശ യാത്രകൾ നടത്തുന്നത്. അതുപോലെ ഈ നക്ഷത്രങ്ങളെ നമുക്ക് പറയുവാണെങ്കിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളെയും നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ, ഈ മിന്നിത്തിളങ്ങുന്നവയെല്ലാം തന്നെ നക്ഷത്രങ്ങളാണ്. ഗ്രഹങ്ങൾക്കൊരിക്കലും മിന്നിത്തിളങ്ങാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ ഹൈഡ്രജനും ഹീലിയം ഒക്കെയാണ് നക്ഷത്രത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. ഈ നക്ഷത്രത്തിൻ്റെ കേന്ദ്രത്തിൽ ഹൈഡ്രജൻ അണുക്കളുമായി സംയോജിച്ച് ഹീലിയമായി മാറുന്നതോടെ ഉണ്ടാകുന്ന ഊർജ്ജമാണ് നക്ഷത്രങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നത്. അതാണ് നമുക്ക് ഈ മിന്നിത്തിളങ്ങുന്ന വെളിച്ചമായിട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ ഊർജ്ജ വികിരണം മൂലം സ്വയം പ്രകാശിക്കുന്ന ജ്യോതിർവസ്തുക്കളാണ് നക്ഷത്രങ്ങളെന്നും നമ്മൾ പറയും. ഇവയുടെ പ്രത്യേക സ്വഭാവം എന്താണെന്നോ? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവാണ്.